ഉണ്ടാക്കുന്നത്? നിന്റെ തള്ളയോ? എന്നിട്ട് കഴിച്ചു. പിന്നെ ഞാൻ എന്താ ദോശ ചട്നി ഒന്നും ഉണ്ടാക്കാത്തെന്ന് അറിയാവോ? അറിയാം. എന്താ? നിനക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല അതുകൊണ്ട് അല്ല. പിന്നെ ഞാൻ ദോശ ചട്നി ഉണ്ടാക്കിയാലേ അമ്മ ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാവും. അമ്മയ്ക്കത് വിഷമാവത്തില്ല, അതുകൊണ്ടാ. ഇല്ല ഇല്ല, എനിക്ക് ഒരു വിഷമവും ഇല്ല. നീ ഉണ്ടാക്കിയാൽ ഞാൻ ഒരു ദോശ കൂടുതൽ കഴിക്കാം. ഇല്ല അമ്മ കരയുന്നതാണ് എനിക്ക് പറ്റത്തില്ല. ഇപ്പൊ മക്കൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളുടെ തള്ളക്ക് ചട്ടിനെ പോയിട്ടൊരു ഉപ്പുമുളക് ഉടയ്ക്കാൻ പോലും അറിയത്തില്ല. പിന്നെ അറിയാം ഒരു കെട്ട്. എന്റെ അച്ഛമ്മേ, ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഒന്ന് വഴക്കിടാതിരുന്നൂടെ? നിനക്ക് കിട്ടിയത് കഴിച്ചപ്പോ എന്തിനാ അഭിപ്രായം പറയാൻ പോന്നെ? നീ വലിയ വർത്താനൊന്നും പറയണ്ട കേട്ടോ. ഇതേപോലെ പറയാം കേട്ടോ. പിന്നെ അല്ലാതെ ഇടക്കിടക്ക് ഉണ്ടാവുന്ന ചില സൂക്കാട് കാരണം കളിക്കല്. തന്നെ അങ്ങോട്ട് അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ജോലി തല വെക്കും. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇവിടെ എന്നേലും നമ്മൾ മനസ്സമാധാനത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. കറക്റ്റ്. അതുകൊണ്ടല്ലേ എനിക്ക് വേണ്ടി ഞാൻ നേരത്തെ എടുത്ത് കഴിച്ചിട്ട് സ്വസ്ഥമായിട്ടിരിക്കുന്നത്. അല്ല, ഇവരുടെ മുമ്പിൽ ഇരുന്നോണ്ട് കഴിച്ചാലേ ഒരു രുചി അറിഞ്ഞ് കഴിക്കാൻ പറ്റും. ഇതുവരെ നീ ഒരു രുചി ആയിട്ട് കഴിച്ചിട്ടില്ലോടാ. അമ്മേ, നാളെ മുതൽ രുചി അറിഞ്ഞ് അർജുനോട്ടെ ഭക്ഷണം കഴിക്കുന്നത് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം. അതെ, തന്നെത്താനെ ഉണ്ടാക്കി രുചി അറിഞ്ഞ് അങ്ങ് കഴിച്ചോട്ടെ. കണ്ടോ, ഇപ്പൊ രണ്ടുപേരും ഒന്നായി. ഞങ്ങൾ എന്നും ഒന്നാ. നമ്മൾ അലമ്പുണ്ടാക്കുന്ന കൊണ്ടൊന്നും അല്ല അർജുനോട്ടെ നേരത്തെ ഭക്ഷണം കഴിക്കുന്നത്. എനിക്കും തോന്നിയായിരുന്നു ഒരു സംശയം. അമ്മ ഇപ്പൊ കുറച്ചു നാളായിട്ട് കള്ളു കുടിക്കാൻ സമ്മതിക്കാറില്ലല്ലോ. കള്ളു കുടിക്കാൻ തോന്നുമ്പം ഭക്ഷണം എന്തെങ്കിലും എടുത്ത് കഴിച്ചാൽ മതി. കള്ളു കുടിക്കാൻ തോന്നുന്ന മുട്ടങ്ങ് നിന്നോളൂ. ഓ, അത് ശരി. അതാ ഇപ്പൊ ഡാഡി ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത്. നേരാന്നോടാ? അതാ ടേബിളിൽ വെക്കുന്ന ഭക്ഷണമൊന്നും കാണാത്തല്ലേ? നേരെ അമ്മേ, ഇപ്പൊ കുറെ കാലമായില്ലയോ ഞാൻ കള്ളു കുടിച്ചിട്ടേ. അപ്പൊ ഇടയ്ക്ക് ഈ കള്ളു കുടിക്കാൻ മുട്ടുമ്പോ ഞാൻ വന്ന് ഇച്ചിരി ആഹാരം കഴിക്കുക. അപ്പോഴാ മുട്ടങ്ങ് മാറും. ഇനി അങ്ങനെ അങ്ങ് മുട്ട തീർത്താ മതി. ഇനി മേലെ കള്ളു കുടിച്ചാലുണ്ടല്ലോ നിന്റെ മുട്ടുകാരി ഞാൻ തല്ലി കുടിക്കും. ഒരു ദോശ. കണ്ണ് നിറഞ്ഞിരിക്കുന്നേ, കണ്ണിപ്പൊടി പോയോ? എന്തിനാ കരയുന്നേ? അതിന് മാത്രം ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ അച്ഛമ്മേ. കള്ളുടിയുടെ കാര്യം പറഞ്ഞിട്ടാണോ അമ്മ കരയുന്നത്? ഒറ്റൊരുത്ത കാരണം. എന്തോ കാര്യം? ചെറുപ്പത്തിൽ ഇവൻ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയനായിരുന്നു. ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ? എൻ്റെ ഒക്കത്തെടുത്ത് വെച്ച് പറമ്പ് മുഴുവൻ നടന്ന് കാക്കയും പട്ടിയും പൂച്ചയും ഒക്കെ കാണിച്ചാൽ ഞാൻ ഇവിടെ ഒരു ചോറ് കൂട്ടുന്നത്. ഈ കണ്ണൻ്റെ പ്രായം ആയപ്പോ പോലും എൻ്റെ മടിയിലിരുന്നിട്ടാണ് ഇവ ചോറുണ്ണുന്നത്. അതൊക്കെ പോട്ടെ, കല്യാണത്തിന്റെ തലേന്ന് പോലും ഒരുള്ള ചോറ് ഞാൻ വാരി കൊടുത്തിട്ടാ ഇവനുണ്ട്. അതൊക്കെ ഓർത്തിട്ട് ഇപ്പോഴാണോ കരയുന്നേ? അമ്മ എപ്പോഴും വാരി കൊടുത്തോ? കുഴപ്പമൊന്നുമില്ല. പേടിച്ചുണ്ടോ? അമ്മ കണ്ടോ, അമ്മ കരച്ചില് നിർത്തി. ല്ലോ പോത്ത് പോലെ വളർന്നു. എന്റെ അമ്മേ, എന്തൊരു കുശുമ്പായത്! ഇത് കുശുമ്പൊന്നുമല്ല, ഇത് സ്നേഹമാ. അമ്മയുടെ സ്നേഹം കാണുമ്പോ എന്റെ കണ്ണ് നിറയുക. ഈ സ്നേഹത്തിന് പകരം തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. സ്നേഹത്തിന് പകരമായി അച്ഛമ്മയുടെ അരിക്കലത്തിൽ നിന്ന് ഡാഡി കൈയിട്ട് വരുന്നില്ലേ? നീ പോടാ, ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടണ്ട. അമ്മയുടെ ഈ സ്നേഹം കാണുമ്പം എനിക്ക് മനസ്സ് വല്ലാതെ ഒരു ഇതുപോലെ തോന്നുമോനല്ലേ. സന്തോഷം കൊണ്ട് ഗദ്ഗതമാകുന്നു. അമ്മേ, ഈ മോൻ സന്തോഷത്തിലൊരാഗ്രഹം പറഞ്ഞോട്ടെ. എന്താ? എൻ്റെ ഉള്ള സ്വത്ത് നിനക്ക് എഴുതി തരണോ? ആർക്ക് വേണോ സ്വത്ത്? പിന്നെ ഞാനൊരു 2 പെഗ് അടിച്ചോട്ടെ. ചമ്മന്തി എടുത്ത് എന്റെ തലയിൽ ഒഴിക്കും ഞാൻ. വിളയുന്നോ? ഇത്ര നേരം പറഞ്ഞു കാട് കയറിയില്ല. അമ്മയുടെ സ്നേഹവും കള്ളു കുടിച്ച് ആഘോഷിക്കണം. ഒരു തുള്ളി ഇനി കുടിച്ചാൽ നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഞാൻ പറഞ്ഞേക്കാം. ഞാന് കള്ളുകൂടി നിർത്തിയോണ്ടേ കേരളത്തിലെ മദ്യ വിൽപ്പന കുറഞ്ഞിട്ടൊന്നുമില്ല. ഇല്ല, എന്റെ തലയെ തൊട്ട് സത്യം ചെയ്ത് തന്നെ ഇനി മദ്യം കൈകൊണ്ട് തൊടത്തില്ല എന്ന്. വല്ലപ്പോഴും അല്ലയോ അമ്മേ? വല്ലപ്പോഴും ഒന്നും വേണ്ട. അല്ല, ഞാനൊരു കവിയും കൂടെ അല്ലയോ? കവിയോ? ഏത് കവി? ഏത് കവിയാണോ നീ? ഒരു കവി ഇറങ്ങിയിരിക്കുന്നു. കവിയായാൽ മദ്യപിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ. നിന്നെ ആരെയാ കവിയാക്കുന്നത്? നിന്നെ കവിയാ? കവി കബീഷ്.
നടയെടുക്കാൻ പറ്റുന്നില്ല. നട കുളിക്കോ? അല്ല, പിന്നെ മുട്ടുവേദന. മുട്ട എവിടെങ്കിലും കൊണ്ട് ഇടിച്ചോ? ഇല്ല, പിന്നെ പെട്ടെന്ന് പറ്റിയതാ, എനിക്ക് സഹിക്കാൻ വയ്യമ്മ. ഇനി സന്ധിവാദം മറ്റോ ആണോ? പേടിപ്പിക്കാതാ. ആ എന്നാലും ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇത് വന്നു? അതാണ്. എടാ ഇനിയിപ്പം മുട്ട തേയ്മാനാറ്റോ വന്നോ? അതിന് മാത്രം പ്രായമൊന്നും ആയില്ലല്ലോ. പ്രായമൊന്നും ആവണ്ടടി. ഇത് പാരമ്പര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. അമ്മയ്ക്ക് മുട്ടുവേദന ഉണ്ടല്ലോ. ഞാൻ ഡോക്ടറെ വിളിക്കടി. ഡോക്ടറെ അടുത്ത് പോയാലോ? ഡോക്ടറെ അടുത്ത് പോകണ്ട. നിന്നെ നടക്കാൻ വയ്യല്ലോ, ഇങ്ങോട്ട് വിളിക്കാൻ ഡോക്ടറെ. ഇത്ര നിസ്സാര പ്രശ്നത്തിന് നിലവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛമ്മയുടെ മുട്ടുവേദന ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയില്ല, അതുപോലെ ഓപ്പറേഷൻ ചെയ്ത് മാറ്റാം. അയ്യോ, ഓപ്പറേഷൻ വേണ്ട, എനിക്ക് പേടിയാ. ഹോസ്പിറ്റലിൽ പോ. ആ പിന്നെ കൊണ്ടുപോവാൻ ഡോക്ടറെ കാണിക്കണ്ട. പിന്നെ എന്താ വേണ്ടേ? അവിടെ ചെന്നാൽ ഇടതുകാലിലെ വേദന വലതുകാലിലാവും. ആ, ഈ ആശുപത്രി പോകാതിരിക്കുന്നത് തന്നെയാ നല്ലത്. അവിടെ ചെന്ന് കഴിഞ്ഞാലേ മുട്ടുകാലിന്റെ മേലെ വെച്ച് മുറിച്ച് പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കും. അതാ ഞാൻ പറഞ്ഞത്. എന്ത്? അല്ല, പിന്നെ ഡോക്ടറെ കാണിക്കണ്ടെന്ന്. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, ഏതെങ്കിലും നാട്ടുവൈദ്യനെ കാണിക്കാം. ഒന്ന് നേരം വിളിക്കട്ടെ, അതുവരെ എന്റെ മോനൊന്ന് സഹിക്കും. അത് മതി. മതി. അമ്മ പറഞ്ഞാ ശരി. ആയുർവേദമാ നല്ലത്. പക്ഷെ ആയുർവേദം ആവുമ്പം മുട്ടയും മീനും ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. വേണ്ട, ഞാൻ കഴിക്കുന്നില്ല. എന്റെ കാലൊന്ന് ശരിയായി ഓ എന്റെ മോനെ, നീ ഒന്ന് കരയാതിരി. നിന്റെ കരച്ചിൽ കാണുമ്പോ എനിക്ക് സങ്കടം വരുന്നു. എഴുന്നേക്ക്, നമുക്ക് അകത്ത് കൊണ്ടുപോയി കിടക്കാം. വാ, വാ. വേണ്ട, എനിക്ക് പടി കയറാനൊന്നും വയ്യ. ഞാൻ ഇവിടെ കിടന്നോളാം. എന്തോ ചെയ്യും, ഇവിടെ കിടത്തിച്ച് പോകാൻ പറ്റുമോ? നിങ്ങള് പോയിക്കോ. ഞങ്ങൾ ഇവിടെ ഇരിക്കാറുണ്ട്. പോയിക്കോ, പോയി കിടന്നോ. എന്നാ കിടക്ക്. അല്ല, ഞാൻ കിടന്നോളാം. നിങ്ങൾ ചെല്ല. എന്തെങ്കിലും ആവശ്യമുണ്ടേ വിളിക്കണേ അർജുനേട്ടാ. അതെ, നിങ്ങളുടെ ഈ സ്നേഹം മാത്രം മതി എന്റെ വേദന മാറാൻ. അപ്പൊ മാറും, വേഗം മാറിക്കോളും കേട്ടോ. എന്നാ ഞങ്ങൾ പോയി കിടക്കട്ടെ. പോയി കിടക്കും. ഓ, എങ്ങനെയാ, ഒരു സമാധാനവും ഇല്ല. ആ. കുടിക്കാൻ വെള്ളം വെക്കണോ? ഒന്നും വേണ്ട. ബെഡ്ഷീറ്റോ തലയണോ വല്ലോ? വേണ്ടാന്ന് പറഞ്ഞില്ലേ, ചെല്ല്. അല്ല അർജുനേട്ടാ, ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിക്കാൻ പഠിക്കരുത്. അർജുനേട്ടാ, അർജുനേട്ടാ, അയ്യോ പതുക്കെ. നമുക്കൊക്കെ എണീക്കണ്ടേ? ഇത് കുടിച്ചു വേഗം റെഡി ഹോസ്പിറ്റലിൽ പോണ്ടേ? വൈദ്യരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഡോക്ടർമാര് പെറ്റ് പെരുകിയിട്ടുള്ള ഈ നാട്ടിലെ നമ്മൾ ആശുപത്രിയിലോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഫോൺ കാള് മതി, അവരിങ്ങി വരും. ഇപ്പോഴാ ഓർത്ത. എന്റെ ദൈവമേ, ഭയങ്കര മുട്ടുവേദന. ദേ, ഇത് അങ്ങോട്ട് കുടിച്ചേ. കൈക്കും വേദനയുണ്ടോ? കാലിനല്ലേ വേദന? പിന്നെ ഇവിടെ എന്തൊരു ചരിവ്? കാല് കൈവെക്കുമ്പോ കാലുവനങ്ങും. അല്ല, എന്നിട്ട് ഇപ്പൊ ഡോക്ടറെ വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു. ആ, എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടാ. ഇപ്പൊ വരും. എന്റെ ദൈവമേ, ആതുര സേവനം വളർന്നൊരു വളർച്ച. അതിലുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? എന്തോ മനുഷ്യ? ആ, എന്നാ പിന്നെ അതൊക്കെ പറഞ്ഞാ പോരെ. ആ അമ്മേ, അമ്മ ഒരു വിശേഷം അറിഞ്ഞോ? ആയുർവേദ ഡോക്ടർ ഇങ്ങോട്ട് വരാന്ന്. ആണോ? ആ, അയ്യോ എന്റെ ഭഗവാനെ, ഞാൻ ഇപ്പൊ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചതേ ഉള്ളൂ. എന്റെ മോന്റെ രോഗം വന്ന് വേഗം ഭേദമാകണമെന്ന്. അപ്പൊ വൈദ്യര് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞില്ലേ? ദൈവത്തിന്റെ ഓരോ കളിയേ. എന്നാ പിന്നെ വേഗം എഴുതി കുളിക്കേ. മുട്ടു വയ്യ, എഴുന്നേക്കാൻ വയ്യ. ഓ, ഒരു ദിവസം കുളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒന്നും സാരമില്ല, വൈദ്യര് വന്നേച്ചും പോട്ടെ, എന്നിട്ട് കുളിച്ചാൽ മതി കേട്ടോ. അമ്മ പറഞ്ഞതാ ശരി. പാവം, എന്നാലും എന്റെ മോന് ഇങ്ങനൊരു ഗതി വന്നല്ലോ. വിഷമിക്കല്ലേ അമ്മ, ഒക്കെ വിധിയാണെന്ന് കരുതിയാ മതി. ആരാ കഥ കുറ്റിയിട്ടിട്ടില്ല, ഇനി കയറി പോരെ. ആരാ? അയ്യോ, ഇതാ ഞാൻ പറഞ്ഞ വൈദ്യര്. ഇതാണ് ഈ ആയുർവേദ വൈദ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു അളിഞ്ഞ രൂപമാണ് മനസ്സിൽ. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ രൂപം. അളിഞ്ഞ രൂപത്തിന് വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് അളിപ്പാ, ബാക്കി ഡ്രസ്സും ഒക്കെ. പുസ്തകാരന്റെ കൂട്ടിരിക്കുന്നു. വൈദ്യര് ഇരിക്കും. കാണാനൊരു ലുക്ക് ഇല്ലെന്നേ ഉള്ളൂ, ഭയങ്കര വൈദ്യരാ. മരുന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ. എന്റെ പൊന്നു വൈദ്യരെ, ഇന്നലെ രാത്രി വരെ തുള്ളി ചാടി സന്തോഷിച്ച് നടന്ന മനുഷ്യനാ പെട്ടെന്ന് മുട്ടുവേദന വന്ന്. എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി കൊടുക്കണേ.
കാശിന്റെ കാര്യം ഒരു പ്രശ്നമില്ല കേട്ടോ. മരുന്നിനൊക്കെ ഇപ്പൊ എന്താ വില? അതെ. എങ്കിലും പൊതുവെ ഞാൻ ട്രീറ്റ്മെന്റിന് കാശ് വാങ്ങാറില്ല, മരുന്നിന്റെ കാശ് മാത്രം. സേവനം സേവനം. ആ സേവനം. അച്ഛനൊരു പാരമ്പര്യ വൈദ്യനായിരുന്നു. ആ ശീലം ഞാനും അങ്ങോട്ട് തുടരുന്നു. കാരണം ഒന്ന് കണ്ടേ, പ്രശ്നമാണ്. നീരുണ്ട്, തടവണം, അരിഷ്ടം കുടിക്കേണ്ടി വരും. കുറച്ച് സമയം എടുക്കും മാറാൻ. ഓ എത്ര സമയം എടുത്താലും വേണ്ടില്ല, ഒന്ന് മാറ്റി കിട്ടിയാ മതി എന്റെ വൈദ്യരെ. അകത്തേക്ക് എടുത്ത് ഒന്ന് തിരുമണം. ഓ നല്ല വേദനയുണ്ട്. ലേശം. ലേശോ? ഈ വേദന തിരുമാൻ പറ്റുമോ? എന്നാലും ഒന്നും നോക്കണ്ട, മുകളിലേക്ക് എടുത്തു. അയ്യോ എന്റെ വൈദ്യരെ വന്ന് കയറി എന്നെ മുകളിലോട്ട് എടുക്കാനാന്നോ പറയുന്നേ? ആ മുകളിലേക്കല്ല, മുകളിലെ റൂമിലേക്ക്. റൂമിലോട്ട് പിടിക്ക് പിടിക്ക്. നിങ്ങൾ പിടിച്ചു, എന്റെ നടുവിൽ സുഖമില്ല. അപ്പൊ എങ്ങനെ തിരുമും? അത് ഞാൻ തിരുമിക്കോളാം. അമ്മേ എനിക്ക് പേടിയാകുന്നമ്മേ. അപ്പൊ അറിയില്ല, ഈ കടവലെന്ന് വെച്ചാൽ വല്ല ചവിട്ടി തടവലോ വല്ലോ ആണോ? ഇവൻ കൊച്ചിലെ ഇങ്ങനെ എല്ലാ കാര്യത്തിനും അങ്ങ് പേടിയാ. കൊച്ചുകുട്ടികളെ പോലെ. കുഴപ്പമൊന്നുമില്ല മോനെ, എല്ലാം ശരിയാവും ഇപ്പൊ. കുറച്ച് ആടലോടകത്തിന്റെ ഇല വേണം, കഷായം വെച്ച് കൊടുക്കാനാ. അയ്യോ ആടലോടകത്തിന് ഇപ്പൊ എവിടെ പോകാൻ? എവിടെ ഇല്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവം ആടലോടകത്തിന്റെ ഇല കിട്ടിയേ പറ്റുള്ളൂ. അല്ല ഇത് കടയിൽ കിട്ടുമോ? അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ്, നമുക്ക് കിട്ടുമ്പോൾ ഒറിജിനൽ കിട്ടണം. വല്ല കാട്ടിലോ വല്ലോ പോയി നോക്ക്. ഇവിടെ അപ്പുറത്തെ വീട്ടിലെങ്ങാനും ഉണ്ടോ നോക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഈ പറമ്പിൽ എവിടെയെങ്കിലും കാണും. നിങ്ങളൊന്നും പോയി നോക്കിട്ട് വാ. ചെല്ലേ, പേര് മറക്കണ്ട, ആടലോടകം. എന്നെ ആ ഇന്ന് കാലുവനെ മാറുകയും ചെയ്യും. അതെ, അവര് നീ നാട് മൊത്തം കറങ്ങിയാലും ആടലോടകം കിട്ടാൻ പോലുള്ള. നമ്മുടെ നാട്ടിൽ എവിടെ ആടലോടകം? പറഞ്ഞ പോലെ ദേ രണ്ടും മിക്സ് ചെയ്തിട്ടുണ്ട് സാധനം. അടിച്ചു നോക്കി. കുറെ നാളായി അടിച്ചിട്ട്. എങ്ങനെയുണ്ട്? കട്ടി 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 കട്ടി. അവരെ പറഞ്ഞ ഇവിടെ ഇതിലും കട്ടി ഞാൻ അനുഭവിച്ചതാ. പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാണ്, പറഞ്ഞ കാശ് ഇങ്ങോട്ട് തന്നെ. കാശിന്റെ കാര്യം പറയുമ്പോൾ ആശാപൂശ പറയരുത്. 1000 രൂപ എന്റെ കാശില്ല, അമ്മ തരും. ഇതാണ് ഞാൻ പറഞ്ഞ ആശാപൂശ പറയരുതെന്ന്. അമ്മ തരും, അമ്മയുടെ കാശുണ്ട്. അമ്മ തന്നെ, അല്ലെങ്കിൽ ഞാൻ തരും. ഒരെണ്ണം അടിക്കുന്നു. പിന്നെ എനിക്ക് തലക്ക് ഭ്രാന്താണല്ലേ തടിക്കാൻ. ഡാഡി കിടപ്പിലായതുകൊണ്ട് ഒരു രസവും ഇല്ല. എനിക്കതല്ലടി പേടി. ഡാഡിക്ക് മുട്ടുവേന അച്ഛമ്മേന്റെ അടുത്ത് നിന്ന് പാരമ്പര്യമായിട്ടല്ലേ കിട്ടിയത്. അതുപോലെ ഡാഡിയുടെ അടുത്ത് നിന്ന് നമുക്കും കിട്ടില്ലേ മുട്ടുവേന? ആ എനിക്ക് കിട്ടാതിരുന്നാ മതിയായിരുന്നു. അപ്പൊ എനിക്ക് കിട്ടണമെന്നോ? ഡാഡി മുട്ടുവേന മാറിയോ? ചെറുതായിട്ട് മാറി. ആ വൈദ്യരും എടുക്കനാ. എന്നെ ഒന്ന് ഉമ്മറത്ത് കൊണ്ടുവന്ന് ഇരുത്തടാ. എത്ര നേരം ആ മുറി അടച്ചിട്ടിരിക്കുന്നത്? ഇപ്പൊ സ്റ്റെപ്പ് ഇറങ്ങി ഞങ്ങൾക്ക് ഉമ്മറത്തേക്ക് പോകാനാണ് ഇത്ര വയ്യായിക. അല്ല, അത് ചില സമയത്ത് അങ്ങ് ശരിയാവും. എന്നെ ഒന്ന് പിടിച്ചോണ്ടിരുത്തടാ അങ്ങോട്ട്. എന്തിനാണ് അർജുനേട്ടനെ കൊണ്ട് വെളിയിരുത്തിയേക്കുന്നേ? പുറംലോകം കാണണമെന്ന് പറഞ്ഞിട്ടാ. അയ്യോ പാവം. എന്റെ മോന്റെ അസുഖം മാറി കാണാൻ ഞാൻ ദൈവത്തോട് ഇന്നും അങ്ങ് പ്രാർത്ഥിക്കുക. അർജുനേട്ടാ 2 കിലോമീറ്ററോളം നടന്നിട്ട് ആടലോടകം കിട്ടിയത്. പിന്നെ വരുന്ന വഴിക്ക് വേപ്പിന്റെ ഇലയും കണ്ടു, അതും കുറച്ച് ഇതിന്റെ ആവശ്യം വന്നാലോ? അതെ 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 അതെ. നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോ എനിക്ക് കണ്ണ് നിറയുക. അയ്യോടാ. എന്റെ മോൻ അരിഷ്ടം കുടിച്ചോ? ഇല്ല. എന്താ കുടിക്കാഞ്ഞേ? എടുത്തോണ്ട് പാടി. ഇത്ര ടച്ചിങ് സൂട് എടുത്തോണേ. അതെന്നാത്തിനാ? അരിഷ്ടത്തിനോ? എന്തുവാടാ അത്? ടച്ചിങ്സ്. ആ വൈദ്യുതി വല്ലതും കൊടുത്തു കാണുമായിരിക്കും. ഒട്ടും വേദന കുറവില്ലയോ? അല്ല ഡാഡി, അരിഷ്ടം കുടിക്കാൻ എന്തിനാ ടച്ചിങ്സ്? എടാ അത് അരിഷ്ടം ചവർക്കും, അതാ. അയ്യോ അപ്പം കൊച്ചിലേ എങ്ങനെയാ? ശാല മരുന്ന് കുടിപ്പിക്കണമെങ്കിൽ 1 കിലോ പഞ്ചസാര വേണം കയ്യില്. എന്നാ പിന്നെ പഞ്ചസാര പോരെ? അയ്യോ അത് വേണ്ട. അരിഷ്ടത്തിന്റെ കൂടെ പഞ്ചസാര ശരിയാകത്തില്ല. അച്ചാറ് മതി, അച്ചാറ് മതി. ഇച്ചിരി അച്ചാർ എടുത്തോണേ മോനോല്ലി. അരിഷ്ടം കുടിക്കണമെന്ന് പറയുമ്പോ ഡാഡിക്ക് എന്താ ഇത്ര സന്തോഷം? നീ മിണ്ടാ പോടാ. ഏ നീ മിണ്ടാ പോവാൻ. എന്റെ പൊന്നോ, എന്തൊരു വൃത്തികെട്ട മണം. എങ്ങനെ കുടിക്കുന്നേ? പിടിച്ചടാ. രോഗം മാറണ്ടായോ മോനോല്ലി?
സഹിക്കുക എന്നെ എല്ലാം എൻ്റെ വിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അമ്മ. സാരമില്ല മക്കളെ. ഇച്ചിരൂടെ ഒഴിച്ചു, ഇത്ര മതി. അയ്യോ, അനിഷ്ടമാണെങ്കിലും കൂടുതൽ കുടിക്കാൻ പാടില്ല. ഇച്ചിരൂടെ മതി 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 മക്കളെ മതി. യ്യോ, വയറ് കിടന്ന് കാളും. ഒരിക്കൽ കൂടി തടവി കൊടുക്കടാ നെഞ്ച്. വയറ് നിറയെ ഞാൻ കുടിച്ചു, ഏമ്പക്കം പോയി. അയ്യോ മുളക് മുളക്. ശ്ശോ. വേദന കുറഞ്ഞോ? കുറഞ്ഞ വേദന. ഇപ്പൊ ഒരു ചെറിയ സുഖമുണ്ട്. അമ്മേ, അരിഷ്ടം കൊടുത്തു കഴിഞ്ഞ ഉടനെ ഭക്ഷണം കൊടുക്കണ്ടേ? അയ്യോ പിന്നെ വേണം. വേണം 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 വേണം. നമുക്ക് പോയി ഉണ്ടാക്കാം. സാധനം മാറ്റി കൊടുക്ക അർജുനേട്ടാ. മക്കളെ, കാല് നോക്കിക്കൊണ്ടേടാ. അയ്യോ. ആ. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ്ടായിരിക്കും. കേറി പോടാ. എൻ്റെ ദൈവമേ, ഇതുകൊണ്ടൊക്കെ അങ്ങ് തൃപ്തിപ്പെടുത്തണേ. ഹലോ, വൈദ്യരല്ലയോ? ഞാൻ അർജുനാ. നേരത്തെ എന്ന കുപ്പി അങ്ങ് തീർന്നു. വരുമ്പോൾ ഒരു കുപ്പിയും കൂടെ വൈകിട്ട് കൊണ്ടുവരണം, മറക്കരുത്. തികഞ്ഞില്ല. ഡാഡി ഭക്ഷണം എടുത്ത് വെക്കുന്നുണ്ട്. നിനക്കെന്താടി ഭക്ഷണം എടുത്ത് വെച്ചാല്? എടുത്ത് വെക്കണേ ഭക്ഷണം. മുഴുവൻ തീർത്ത്. അതെ, അസുഖം പെട്ടെന്ന് മാറണ്ടേടാ, അതുകൊണ്ടാ മൊത്തം കഴിച്ചത്. എന്തോ പ്രശ്നം ഉണ്ടല്ലോ. എന്താ പ്രശ്നമുണ്ടല്ലോ? കേറി പൊടിയാത്ത. ആ വാ ഭക്ഷണം കഴിക്കാൻ വാ. അച്ഛമ്മേ, ദേ ഈ കുപ്പി മുഴുവൻ കാലിയാക്കി. അരിഷ്ടം മുഴുവൻ തീർത്തു. ഇതെന്താ പച്ചവെള്ളം ഇങ്ങനെ മുഴുവൻ കുടിക്കാൻ? അച്ഛമ്മേ, എനിക്ക് ബലമായ ഒരു സംശയമുണ്ട്. ഇതിൽ അരിഷ്ടം മാത്രമല്ല, മറ്റേതും ചേർത്തിട്ടുണ്ട്. എന്തോന്ന്? മദ്യം. ദ്രോഹി, എന്റെ മോനെ പറ്റി നീ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്റെ തലയെ തൊട്ട് അവൻ സത്യം ചെയ്തത് ഇനി മേലെ കുടിക്കത്തില്ലെന്ന്. അവൻ്റെ ഒരു കുരുട്ട് കുത്തി. എടാ, അരിഷ്ടത്തിൽ ആരെങ്കിലും മദ്യം ഒഴിച്ച് കഴിക്കൂടാ? ആ ദേ വരുന്നു സത്യസന്ധനായ മോൻ. അയ്യോ, എന്ത് നന്നായിട്ട് നടക്കുന്നു. മുട്ടവേദന മാറിയോ? അരിഷ്ടം കഴിച്ചാ ഇങ്ങനെ ആവോ? അരിഷ്ടോ? എന്താ കുടിച്ചത്? നീ കുപ്പി മണത്ത് നോക്കുമ്പോ അറിയാം. നാ. അമ്മ, ഇത് മറ്റതാ. എടാ ദ്രോഹി, നീ ഇത്ര ദുഷ്ടനാണെന്ന് ഞാൻ കരുതിയില്ലടാ. എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചു? ഞാൻ പറയാം. ആ വൈദ്യരെ ഡാഡിയുടെ ആളായിരിക്കും. മുട്ടുവേദന അഭിനയിച്ച് അയാളെ വിളിച്ചു വരുത്തി ഇവര് പ്ലാൻ ചെയ്ത് മദ്യപിച്ചതായിരിക്കാനാ സാധ്യത. എന്റെ ദൈവമേ, എനിക്കിനി അങ്ങ് മരിച്ചാ മതി. എന്ത് കഷ്ടമുണ്ട് അർജുനേട്ടാ. ഈ ആടിനോടൊക്കെ ചെറിയ ഞാനും അമ്മയും കൂടെ എവിടെ കലയെന്നറിയാമോ? പോയെന്നറിയാവോടാ ദ്രോഹി ഞങ്ങള്. ഞങ്ങള് പറ്റിക്കുന്ന പോലെ ഇരുന്ന് കരയുന്നു നോക്കി. അമ്മ, എനിക്കൊരു സംശയം. എന്റെ ഇടത്തെ കാലിനാണോ വലത്തെ കാലിനാണോ? അമ്മ ഒന്ന് പറഞ്ഞു. നിന്റെ ഏത് കാലിനെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം മക്കളെ. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. മോഹനോട് തല. എന്നാലും അർജുനേട്ടാ, ഒരു തുള്ളി മദ്യം കഴിക്കാനായിട്ട് ഇങ്ങനെ ഞങ്ങളോട് കള്ളത്തരം കാണിക്കണ്ടായിരുന്നു. ഇത് മോഹൻ നോക്കി കുത്തുവെച്ചു. വേണ്ട മോളെ, വേണ്ട വേണ്ട വേണ്ട. ഇവന്റെ ഏത് കാലിന വേദന എന്ന് പറഞ്ഞു? ഇടത് കാലിനാ പറയുന്നേ. ഇടത്ത് കാലിനാണ് വേദനയില്ലേ? മോനല്ലി, മോനല്ലി, എന്നെ നാത്തു കൊണ്ടുവന്ന് ഇരുത്തുവോ? അമ്മ, എന്നെ ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. അമ്മ, എന്നെ നാത്തു കൊണ്ടുവന്ന് ഇരുത്തുവോ? കേട്ടില്ലയോ? നാത്തു കൊണ്ടുവന്ന് ഇരുത്തുവോ?
അഭിനയിച്ചപ്പോ എല്ലാരും ഉണ്ടായിരുന്നു കൂടെ. മുട്ടുകാലി തല്ലി പിടിച്ചപ്പോ ആരുമില്ല. എന്റെ മുട്ടിന്റെ ചിരട്ടയില്ലേ അമ്മ തല്ലി പൊട്ടിച്ച. ഞാൻ ലേറ്റായി പോയാ. ലേറ്റായി. ഇത്ര പെട്ടെന്ന് സംഭവം തീരുന്ന ഞാൻ ഓർത്തില്ലട്ടാ. സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. കറക്റ്റ് മിക്സിങ്ങാ. ഇതിനൊക്കെ ബാൻഡിനൊക്കെ ചുറ്റിയാ. മൊത്തത്തിലൊരു കളർഫുൾ ആയിട്ടുണ്ട്. ഇനി അവർക്ക് ഒട്ടും സംശയം തോന്നൂല. പിന്നെ അഭിനയം എൻ്റെ അടുത്ത്, അതൊക്കെ അവരുടെ അടുത്ത്. കുടിക്കുമ്പോ കാളാൻ കൂടാന്ന് കുടിച്ച് തീർക്കരുത് കേട്ടാ. അതൊക്കെ നമ്മളെ മനുഷ്യന്മാർ കുടിക്കും. അമ്മേ, ആടലോടകത്തിനല്ലേ കുറച്ചാ? കിട്ടിയായിരുന്നല്ലോ. ആടലോടകത്തിന്റെ കഷായം നമുക്ക് പിന്നെ കൊടുക്കാം. ആദ്യം ഈ അരിഷ്ടം കൊടുക്കുക. ഒരു 1000 കൊടുത്തിട്ട് പോവാം. അതെ, ഇത് മുട്ടുവേദനക്കുള്ള അരിഷ്ടം തന്നെ ആന്നല്ലേ? മുട്ടുവേദന പടക്കേന്ന് പോകും. പടക്കേന്ന് അത് ഞാൻ ഇപ്പൊ പൈസ എടുത്തു. ശരി, ഞാൻ പൈസ എടുത്തുതരാം. വേറെ പിന്നെ കൊണ്ടുവരാം. നിന്നെ പോലുള്ള കള്ളന്മാരാടാ ഈ ആയുർവേദത്തിന്റെ പേര് ചീത്തയാക്കുന്നത്. അയ്യോ, അപ്പൊ എല്ലാം മനസ്സിലായല്ലേ? മനസ്സിലായി. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? അയ്യോ, തല്ലരുത്, തല്ലരുത്, തല്ലരുത്. നീ എന്നെ ഈ പരുവത്തിലാക്കി വെച്ചത്. ഞാനെന്ത് ചെയ്യാനാ? നീ എന്ത് ചെയ്യണം? ചവിട്ടി തിരുമ്മി അരിഷ്ടം കുടിപ്പിച്ചു എങ്ങനെയെങ്കിലും നേരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പൊ എന്റെ കാലം അത് നാട്ടുകാർ നേരെയാക്കിക്കോളും. അതെ, നിന്റെ കാലം എന്നെ തന്നെ ഒളിപ്പിക്കാതെ നിങ്ങൾ വാ. ഒരു താളത്തിന് ചാട്, രണ്ടുപേരും ഒരുപോലെ വേണ്ട. ചാടിക്കും, ഒപ്പം ചാടി ചാടി വാ. അയ്യോ, അയ്യോ. അമ്മയ്ക്ക് എന്താ ഒരു വിഷമം? എന്നാലും എന്റെ മോൻ മിണ്ടി പോയത്. എല്ലാ അമ്മമാരുടെ അമിത സ്നേഹ മക്കൾ വഷളായി പോകുന്നത്. ഓട്ടെ, അവിടെ കിടന്ന് കുറെ അനുഭവിക്കട്ടെ. പൊന്നച്ചാലോ മുത്തം മുത്തം